ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അതിന്റെ കാര്യങ്ങൾ നോക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഡെന്റൽ അനാറ്റമിയുടെ കാര്യത്തിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേർഡ് ഇയറിൽ അത് ഓറൽ പാത്തോളജി ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാറ് വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. ഇന്ന് സ്റ്റുഡൻസ് പറഞ്ഞ എല്ലാം സത്യമാണ്. എനിക്കിപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് റാം സാർ ഡെന്റൽ അനാട്ടമി മാത്രമേ ഉള്ളൂ, പിന്നെ പ്രോസ്റ്റോ കൺസർവേറ്റീവ് അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെന്റൽ അനാട്ടമിയിൽ ഈ സാറ് HOD സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ഒരു മൃഗവാത് സാറല്ല അത്. സംഗീത മാം ക്ലാസ്സിൽ എന്താ എല്ലാവരും പഠിപ്പിച്ചിട്ട് പോകുന്നു, സ്റ്റാഫ് റൂമിലെ കാര്യം അറിയത്തില്ല. ഇപ്പം നിതിൻ പറഞ്ഞിങ്ങനെ സ്റ്റാഫ് റൂമിലെ കാര്യം നമ്മളോടൊക്കെ സംഗീത മാം പഠിപ്പിക്കുന്നു പോകുന്നു, വേറെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. എന്തോ അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ അവനെ പുറത്താക്കിയപ്പം അവൻ ചോദിച്ചു, ദേവി എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞു, എടാ നീ കൂളാവും, നമുക്ക് നോക്കാം. അവൻ എന്തോ കുറച്ച് സമയം വിഷമമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ഇപ്പം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവനെ വിളിക്കാറുണ്ട്, എടാ നീ വാ, ഞാനുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കുക, ഞാനുണ്ടാ, നീ ഒറ്റപ്പെടുമോ അങ്ങനെ ഒന്നും വിചാരിക്കണം, എന്നോട് എല്ലാവരും മിണ്ടും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിളിക്കുമ്പോൾ സംസാരിക്കും, എന്നിട്ട് വരികയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. അതെ, അതിനെപ്പറ്റി എനിക്കറിയില്ല. അന്നവനും എന്തോ വരാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കൂടുതൽ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞോ, ഞാൻ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ, ഞാൻ ഒരിക്കലും സാറിന്മാരെ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഇനി റാം സാർ വന്നാൽ നമ്മളിപ്പോൾ പറയുന്നത് എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ തേർഡ് ഇയറും ഫസ്റ്റ് ഇയറും റാം സാർ ഉണ്ട്. ഇപ്പോൾ സാറിന് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പം ആരും ഒന്നും മിണ്ടാത്തത്. എനിക്കിത് പറഞ്ഞാൽ ഓക്കെ, എൻ്റെ ബാക്കിയുള്ളവർ എനിക്ക് പറയുമെന്ന് എനിക്കറിയാം, അത് ഞാനായിട്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ പറയാമെന്ന് വെച്ചേ ഉണ്ട്. അങ്ങേര് പഠിപ്പിക്കാനേ വരാൻ പാടില്ല, ഒരു കോളേജിലും ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ പാടില്ല, അങ്ങേര് പാടില്ല, സാറല്ലത്. ലതാ മാം ഇങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ലതാ മാം നോട്ട്സ് അയച്ചു കൊടുത്ത് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല സപ്പോർട്ടീവാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മാം എപ്പോഴും സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു മാമാണ്. പഠിക്കുക, എക്സാം ലാസ്റ്റ് സമയമായാലും ഇപ്പോൾ ഇന്റേണൽസ് എക്സാമിനൊക്കെ നന്നായിട്ട് നോട്ട് കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാമാണ്. ലതാ മാം അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആയിട്ട് പോലും നമ്മളെ ഇപ്പോഴും കോൺടാക്ട് ഉള്ള മാം വളരെ ചുരുക്കം മാമിൽ ഒരാൾ ലതാ മാം ആണ്. അപ്പോൾ ലതാ മാം ഒന്നും അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാ. അതായത് എക്സാമിന് എങ്ങനെ എഴുതണം എല്ലാ രീതിയിലും പറഞ്ഞു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചറാണ്. സംഗീത മാം ആയിരുന്നാലും അങ്ങനെയാണ്. സംഗീത മാമൊക്കെ ക്ലാസ്സിൽ വന്ന വരിക, മാമിന് എന്താണോ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് മാം അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുക, അത് മാത്രം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെയൊക്കെയുള്ളതാണ് സംഗീത മാം. മാം എങ്ങനെ ഇതിലേക്ക് വന്നെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പക്ഷെ ഇങ്ങനെ നമ്പർ ലതാ മാമിൻ്റെ വന്നേ, മാം ഇങ്ങനെ മാമിൻ്റെ ഫോണിൽ OTP സ്ക്രീൻഷോട്ട് OTP കോൾസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്.